കേരള കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കൈവശമുള്ള 10 സീറ്റുകളും നൽകണമെന്ന ഇന്നലെ നടന്ന ചർച്ചയിൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എങ്കിലും മുന്നണി മര്യാദകൾ പാലിച്ച് ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. നാളെ വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. നമ്മൾ എത്ര സീറ്റാണ് നിലവിൽ ക്ലെയിം ചെയ്യുന്നത്? കേരള കോൺഗ്രസ് നമ്മളെല്ലാം കഴിഞ്ഞ കേരള സീറ്റും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് അതിനായിട്ട് നാളെ പറയും. ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസോ UDF-ഓ? ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ടോ? ഇടുക്കി വിട്ടുകൊണ്ടൊരു സഹകരണത്തിന് തയ്യാറാണോ? നമ്മൾ മാനസികമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കർഷക പാർട്ടിയാണോ? ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലം വിട്ടുകൊടുക്കുക എന്ന് സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രയാസമുണ്ട്. പിന്നെ മുന്നണി ആയതുകൊണ്ട് ചർച്ചയും നാളെ അവസാനം ഈ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത്? കാരണം അതിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് അങ്ങ് സംസാരിച്ചു. അതിനൊരു നിലവിലൊരു പ്രോഗ്രസ് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്? അതിനെപ്പറ്റിയുള്ള റിസൾട്ട് വൈകുന്നേരം നാളെ വിട്ടു. ഇനി തുടർ ചർച്ചകളുണ്ടോ ഈ സീറ്റ് സംബന്ധിച്ച്, വിട്ടുവീഴ്ച സംബന്ധിച്ച് പാർട്ടിക്കകത്ത്? സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് വെക്കണം. സാറെന്തായാലും മത്സരരംഗത്ത് ഉണ്ടാവില്ലേ? പറയാം. നാളെ തന്നെ എല്ലാം നാളെ ഫൈനലാകത്തില്ലേ സാർ? നാളെ തന്നെ ഫൈനലാകത്തില്ലേ? കേരള കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് എവിടെയായിരിക്കും സാർ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എവിടെ വെച്ചായിരിക്കും? കോട്ടയത്തായിരിക്കും. നാളെ ഉണ്ടാവും. ഉണ്ടാവും. നാളെ വൈകുന്നേരത്തിൽ ചെയ്യണമെന്ന് ആവശ്യം. സാർ, ഒരു കാര്യം കൂടി, ഇടുക്കി വിട്ടുകൊടുക്കുന്നതിൽ പ്രവർത്തകർ വലിയ വിഷമം അറിയിച്ചിട്ടുണ്ടോ? വീട്ടിൽ വന്ന് ചില മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. LDF ജനങ്ങളുടെ മുൻപിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുവെന്നും വരും ദിവസങ്ങളിൽ മണ്ഡലം കൺവെൻഷനുകളടക്കം നടത്തി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു.